മണി പറയായിരുന്നു ഇന്നലെ നമ്മുടെ ഡീൻ കുര്യാക്കോസിന് ഒരു വാക്ക് വിശേഷിപ്പിച്ചല്ലോ, ഓർമ്മയുണ്ടോ? ഡീൻ കുര്യാക്കോസ് അപ്പോൾ അതിൽ അദ്ദേഹം ആ വാക്ക് തിരുത്തുന്നില്ല, അതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. മാത്രമല്ല എസ് രാജേന്ദ്രൻ പോവോ ബി ജെ പിയിലേക്ക് എന്ന ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹം എസ് രാജേന്ദ്രൻ പോകാൻ സാധ്യതയില്ല എന്നാണ് എം എം മണി ഇപ്പോൾ പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞു വന്നത് ഇടുക്കിക്കാർക്ക് വേണ്ടതൊരു ഭൂനിയമ ഭേദഗതി, പക്ഷേ അത് പര്യാപ്തം പോലെ നമുക്കൊരു ജനപ്രതിനിധിയായിട്ട് വേണ്ടത്. ഞാനത് പറയുകയാണെങ്കിൽ നമുക്ക് അതിന് ജോയ്സ് ജോർജ് ആയിരിക്കും, ഡീൻ ആയിരിക്കും നല്ലത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഞങ്ങളോട് തർക്കിക്കാൻ, റവന്യൂ ജീവനക്കാരോട് തർക്കിക്കാൻ നിയമം അറിയാവുന്ന ഒരാളെ ഇടുക്കിയിൽ വന്നിട്ടുള്ളൂ, അത് ജോയ്സ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലാൻഡ് റൂൾസ് ഇത്രയും അറിയാവുന്ന, രാജഭരണകാലത്തെ വിളംബരങ്ങൾ പോലും കയ്യിലുള്ള ഒരു മനുഷ്യനാണ് ജോയ്സ്. ഇടുക്കിക്കാരെ സംബന്ധിച്ച് ലാൻഡ് മാറ്റേഴ്സാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ആ നിയമം അറിയാവുന്ന ഒരു വ്യക്തി വരണം എന്നുള്ളതാണ്. അതായത് നിയമനിർമ്മാണ സഭയിലാണ് അത് വേണ്ടത്. റോഡിൽ നിന്ന് സമരം ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ നിരീക്ഷണം ഞാൻ മനസ്സിലാക്കുന്നു. വനം വന്യജീവി, അത് തന്നെ, വനവന്യജീവി നിയമത്തിൽ നമ്മൾ എത്ര റോഡ് തടഞ്ഞിട്ടോ DFO തടഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല, ഒരു കാര്യമില്ല. നിയമമാണ് മാറേണ്ടത്. അപ്പം ഞാൻ എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് ഒരു പഴയ തഹസീൽദാറാണ്, വലതുവശത്ത് നിൽക്കുന്നത് ബെൽ എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ലാഭത്തിലെത്തിച്ച വളരെ മിടുക്കരായിട്ടുള്ള എഞ്ചിനീയർമാരിൽ ഒരാളാണ്, അല്ലേ, അന്നത്തെ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് താങ്കൾ. ഓക്കെ, അപ്പം ഞാൻ ആ വീട്ടിലും കൂടി ഒറ്റ കാര്യം, അതായത് ഇപ്പം ജോയ്സ് ജോർജ് 5 വർഷം ഇവിടെ MP ആയിരുന്ന സമയത്ത് അങ്ങേർക്ക് കിട്ടിയ MP ഫണ്ട് മുഴുവനുമായിട്ടും അതിൽ കൂടുതലും ഉപയോഗിച്ച ഒരാളാണ് ഡീൻ. പക്ഷേ ഡീൻ ഇപ്പം 4-4.5 കോടി രൂപ. പക്ഷേ ഡീൻ ഒരു വിശദീകരണം നൽകി. ഡീൻ പറഞ്ഞത് അത് AS വരുന്നതിന് മുമ്പുള്ള കണക്കാണ്. AS വരുമ്പോൾ 99.9% വരും. ഓക്കെ, നല്ല കാര്യമാണ്, നാട്ടുകാർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. അതെ, ഞങ്ങൾ ഒരു വീട്ടിൽ കൂടി ഒന്ന് പോയിട്ട് വരാം. അപ്പം ഈ വീട്ടുകാരെക്കാർ എല്ലാവരും ഞാൻ അറിയുന്ന ആളാണ്. ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് വന്നാട്ടെ, ചേട്ടൻ വന്നാട്ടെ, നമ്മൾ അന്യരല്ല. നമസ്കാരം. നമുക്ക് രാവിലെ